ദൈവം യിരെമ്യാവിനോട് പറഞ്ഞതത്രേ. യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇത് യിരെമ്യാവിനോട് മാത്രമല്ല, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള അതിപ്രധാനപ്പെട്ട 3 കാര്യങ്ങളത്രേ. 1, ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു. നമ്മെക്കുറിച്ച് വെറുമൊരു അറിവല്ല ദൈവത്തിനുള്ളത്, പകരം ആൻ ഇൻറ്റിമേറ്റ് നോളജ്, ഒരു അടുപ്പമുള്ള അറിവ്. ഒരപ്പൻ സ്വന്തം മകനെ അറിയുന്നത് പോലെ, ഒരമ്മ താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ അറിയുന്നത് പോലെ, നമ്മുടെ പ്രകൃതി മൊത്തമായി അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ ലോകത്തിൽ പ്രിയമെന്ന് കരുതുന്ന പലരും വേണ്ടതുപോലെ നമ്മെ അറിയാതിരിക്കുമ്പോൾ, നമ്മെ അടുത്തറിയുന്ന ദൈവം നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ നന്നായി അറിഞ്ഞിരുന്നു. നാം എന്തിനാണ് ജനിച്ചതെന്ന് ഈ ദൈവത്തിന് നന്നായി അറിയാം. അങ്ങനെ നമ്മെ അറിയുന്ന ദൈവം നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ആവശ്യമായതെല്ലാം നൽകുക തന്നെ ചെയ്യും. 2, ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ തനിക്കായി നമ്മെ വേർതിരിച്ചിരിക്കുന്നു എന്നർത്ഥം. നാമെല്ലാവരും ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതരാണ്. നാം ആരും അനാഥരല്ല. ചോദിക്കാനും പറയാനും നമുക്ക് നമ്മുടെ ദൈവമുണ്ട്. നാം ദൈവത്തിൻ്റെ വകയാകയാൽ അവിടുന്ന് നമ്മോട് പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യകരവും അഭിമാനകരവുമായ ഒരു പദവി അത്രേ ദൈവം നമ്മെ വേർതിരിച്ച് തൻ്റെ ജനമാക്കി എന്നുള്ളത്. 3, ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു. Each of us has been custom made by God the Creator. നാം ഓരോരുത്തരും സൃഷ്ടാവാം ദൈവത്താൽ ഇഷ്ടാനുസൃതമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ്. Each of us has a unique and personal call on our lives. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അദ്വിതീയവും വ്യക്തിപരവുമായ ആഹ്വാനമുണ്ട്. മറ്റു പകർപ്പുകളില്ലാതെ നമ്മെക്കൊണ്ട് മാത്രം ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ദൈവം യിരെമ്യാവിനോട് തുടർന്ന് പറയുന്നത് 1-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. എത്ര മഹത്തായ 3 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചതെന്ന് നോക്കുക. നമ്മെ അറിഞ്ഞിരിക്കുന്ന ദൈവം, നമ്മെ വേർതിരിച്ചിരിക്കുന്ന ദൈവം, നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്കാരുമില്ല എന്ന് നാം പറയരുത്. നാം അനാഥരെന്നും പറയരുത്. നമ്മെക്കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നും ചോദിക്കരുത്. നാം ഓരോരുത്തരും ദൈവത്തിന് ബലപ്പെട്ടവരാണ്. അതുകൊണ്ട് അവിടുന്ന് നമ്മെ അറിഞ്ഞിരിക്കുന്നതും വിശുദ്ധീകരിച്ചിരിക്കുന്നതും നിയമിച്ചാക്കിയിരിക്കുന്നതും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.